റഫറിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. പറയുന്നത് ചില്ലറക്കാരല്ല, ഫുട്ബോൾ നിയമ നിർമ്മാതാക്കളായിട്ടുള്ള ഇഫാബ് ആണ്. 2026 ലോകകപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ അർജന്റീന വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ആണ് ഏറ്റുമുട്ടിയിട്ടുള്ളത്. മത്സരം 1-1 നിൽക്കുന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡ് മികച്ച രീതിയിൽ അർജന്റീനൻ ടീമിനെതിരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അർജന്റീനൻ താരം പരേഡസിസ് താരം ബ്രിൽ എംബോളെ ഫൗൾ ചെയ്തു എന്ന് കരുതി റഫറി പരേഡസിന് മഞ്ഞ കാർഡ് നൽകിയത്. എന്നാൽ വാർ പരിശോധനയ്ക്ക് ശേഷം എംബോളോ ഫൗൾ അഭിനയിക്കുകയായിരുന്നു എന്ന് കണ്ടെത്തി റഫറി പരേഡസിന്റെ മഞ്ഞ കാർഡ് റദ്ദാക്കുകയും എംബോളോക്ക് രണ്ടാം മഞ്ഞ കാർഡും തുടർന്ന് റെഡ് കാർഡും നൽകി പുറത്താക്കുകയും ചെയ്തു. ഈ ഒരു സംഭവത്തിലാണ് ഫുട്ബോൾ നിയമ നിർമ്മാതാക്കളായിട്ടുള്ള ഇഫാബ് പറയുന്നത് റഫറിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. ഈ നടപടി പൂർണ്ണമായും പ്രോട്ടോകോൾ തെറ്റാണെന്ന് ഇഫാബ് വ്യക്തമാക്കുന്നുണ്ട്. അതായത് വാർ പരിശോധിച്ച് പരേഡസിന്റെ യെല്ലോ കാർഡ് ഒഴിവാക്കാമായിരുന്നു, പക്ഷേ രണ്ടാം മഞ്ഞ കാർഡ് നൽകുന്നതിനായി അവിടെ വാർ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് അവരുടെ നിലപാട്. ഇഫാബ് ഈ രീതിയിൽ പ്രതികരിച്ചതോടെ ഫിഫ ഇതിന് മറുപടിയുമായിട്ട് പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട്. മൈതാനത്ത് നീതി നടപ്പാക്കാനാണ് റഫറി ശ്രമിച്ചതെന്ന് പറഞ്ഞ് ഫിഫ ഈ നീക്കത്തെ ഭാഗികമായി പിന്തുണക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇഫാബുമായി ചർച്ച ചെയ്ത് ഈ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമാക്കുമെന്നും ഫിഫ കൂട്ടിച്ചേർക്കുന്നുണ്ട്. നമുക്കറിയാം, ആ ഒരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിന് ആ ഒരു റെഡ് കാർഡ് ലഭിച്ചതോടെയാണ് അവരുടെ തകർച്ച തുടങ്ങിയിട്ടുള്ളത്. അതുവരെ നന്നായിട്ട് അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് ആ ഒരു റെഡ് കാർഡോടെ ബാക്ക് ഫൂട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. പിന്നീട് അർജന്റീന എക്സ്ട്രാ ടൈമിൽ 2 ഗോളുകൾ കൂടി അടിച്ച് സ്വിറ്റ്സർലാൻഡിനെ പരാജയപ്പെടുത്തി. സോ ഈ ഒരു മത്സരത്തിലാണ് റഫറിക്ക് തെറ്റുപറ്റിയെന്ന് ഇഫാബ് തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആ ഒരു ചുവപ്പ് കാർഡ് ലഭിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മത്സര ഫലം മാറാനുള്ള സാധ്യത ഉണ്ടായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അന്ന് മത്സരം കണ്ടിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ അറിയിക്കുക.